തുടർച്ചയായി പുറത്തുവിട്ട ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്ററുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുകയാണ് എമ്പുരാൻ. വലിയ ആകാംക്ഷയോടെയാണ് ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്നത്. ക്യാരക്ടർ നമ്പർ 10 ഒക്കെ ആയതോടെ ആകാംക്ഷ വർദ്ധിച്ചു. പ്രധാന വില്ലൻ എന്ന സൂചനകൾ വന്ന കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ ഇവർക്കൊക്കെ മുകളിൽ മറ്റൊരു വില്ലൻ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാവുകയും ചെയ്തു. അവസാന 5 ക്യാരക്ടറുകളുടെ റിവീലിംഗ് ആണ് പിന്നീട് പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. 5ാമത്തെ ക്യാരക്ടറായി മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസിന്റെ കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്തത്. മഞ്ജു വാര്യരുടെ 2ാം ഇന്നിംഗ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു പ്രിയദർശിനി. 4ാമനായി എത്തിയത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രമാണ്. ലൂസിഫറിൽ ഏറ്റവും കയ്യടി വാങ്ങിയ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ടൊവിനോയുടേത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ മാസ് കാണിച്ചാണ് ജതിൻ രാംദാസ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായി മാറിയത്. 3 കഥാപാത്രങ്ങളുടെ ലിസ്റ്റ് മാത്രമാണ് പിന്നീട് പുറത്തുവിടാനുണ്ടായിരുന്നത്. അതിൽ 1ാമൻ തീർച്ചയായും മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി അബ്രാം ആയിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു. 2ാമൻ പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് ആയിരിക്കുമെന്നും പ്രേക്ഷകർ ഉറപ്പിച്ചു. 3ാം നമ്പറിൽ വരുന്നയാളായിരിക്കുമോ മെയിൻ വില്ലൻ എന്ന സംശയം മാത്രമാണ് ബാക്കിയായത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ 3ാം നമ്പർ റിവീലിംഗ് എത്തി. അഭിമന്യു സിംഗ് ആണ് ബൽരാജ് എന്ന കഥാപാത്രമായി എമ്പുരാനിൽ എത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായി. ഇദ്ദേഹം തന്നെയാണോ മെയിൻ വില്ലൻ എന്ന സംശയം ഇപ്പോഴും പ്രേക്ഷകരിൽ ബാക്കിയുണ്ട്. യഥാർത്ഥ വില്ലനെ പൃഥ്വിരാജ് ഇപ്പോഴേ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കില്ല എന്നാണ് ഭൂരിഭാഗം സിനിമാ പ്രേമികളുടെയും അഭിപ്രായം. ത്രിയോളജിയായി എത്താൻ പോകുന്ന ഈ കഥയുടെ 3ാം ഭാഗം കൂടി എത്തിയാൽ മാത്രമേ ഖുറേഷി അബ്രാം എന്ന കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് മോഹൻലാൽ വീഡിയോയിൽ പറഞ്ഞത്. നിരവധി ലെയറുകളുള്ള കഥാപാത്രമാണെന്നും താനും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ റിവീലിംഗ് പോസ്റ്റിൽ പ്രേക്ഷകർക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. സയ്യിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറി എമ്പുരാനിൽ ഉണ്ടാകും എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. മുരളി ഗോപിയുടെ എഴുത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നും അതുപോലെ തന്നെ തന്റെ കഥാപാത്രത്തിന്റെ കഥയും ഈ സിനിമയിൽ കാണിക്കുമെന്നാണ് പൃഥ്വിരാജ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനിടെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഒരു പോസ്റ്റർ കൂടി പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. മോഹൻലാലിന്റെ കണ്ണുകൾ കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററായിരുന്നു ഇത്. ഈ പോസ്റ്ററിന്റെ ക്യാപ്ഷനാണ് പ്രേക്ഷകരിൽ സംശയമുണർത്തിയത്. സാധാരണ മോഹൻലാലിനെ കാണിക്കുമ്പോഴൊക്കെ ഖുറേഷി എബ്രാം എന്ന് പറയാറുള്ള സ്ഥാനത്ത് ഈ പോസ്റ്ററിൽ എബ്രാം എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. അതോടെ ഖുറേഷി എന്നത് മറ്റൊരാൾ ആയിരിക്കുമോ എന്നും അത് മമ്മൂട്ടി ആയിരിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പ്രേക്ഷകർ പങ്കുവച്ചത്. ലോകത്തെ ഗോൾഡ് വ്യാപാരം നിയന്ത്രിക്കുന്ന 2 പേരിൽ ഒരാളായി മോഹൻലാലിനെയും മറ്റൊരാളായി മമ്മൂട്ടിയെയും കൊണ്ടുവരുമോ എന്ന സംശയമൊക്കെയാണ് പ്രേക്ഷകർക്കുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പുറത്തുവന്ന ക്യാരക്ടർ നമ്പർ 1 പോസ്റ്റിൽ ഖുറേഷി എബ്രാം എന്ന് തന്നെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ പൂർണ്ണമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ പ്രേക്ഷകരുടെ ആ ഒരു സംശയത്തിന് കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ചിത്രത്തിൽ ഒരു വൻ സർപ്രൈസ് ഉണ്ടാകും എന്ന ചർച്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ നടക്കുന്നത്. എന്തായാലും ആ സർപ്രൈസ് എന്താണെന്നറിയാൻ മാർച്ച് 27 വരെ കാത്തിരിക്കണം.